1985 ക്ഷേത്രമാണ്. ഇതിന് മുന്നേ 500 വർഷങ്ങൾക്ക് മുന്നേ ഇത് പാലക്കാട്ട് ബ്രാഹ്മൺസിന് അവരിൽ നിന്ന് പിന്നെ ചേമ്പിൽ പാലാട്ട് തറവാടിലേക്ക് പോയി ക്ഷേത്രം. അതിനുശേഷം അതിൻ്റെ ദാവണിയായിട്ടത് ഉദയമംഗലം തറവാടിലേക്ക് പോയി. അവരിത് രണ്ടാക്കി 2 ഏക്കർ സ്ഥലവും ഒരു കുളവും 5 കിണറുള്ള സ്ഥലവും. അപ്പം അതവരെ വിറ്റ് ആകെ 15 സെൻറ്റ് സ്ഥലം മാത്രമേ ബാക്കി ഉണ്ടായിട്ടുള്ളൂ. അപ്പം അതിലാണ് ക്ഷേത്രം 985 വന്നത്. അതിനുശേഷം ക്ഷേത്രത്തിന് പണി കഴിഞ്ഞ് ഈ രൂപത്തിലേക്ക് എത്തി. ഇപ്പം ഞങ്ങളിവിടെ സ്ഥലം ഇവിടെ വാങ്ങിയിട്ടാണ് പുറമെ അന്ന് 2000-3000 അവരെ വിറ്റ് ഞങ്ങളിന്ന് 4.5 ലക്ഷം 5 ലക്ഷത്തിനായിട്ട് വിലക്കുവാണ്. ഇങ്ങോട്ട് പിടിക്കുക വീഡിയോ പിടിക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇത്. പിന്നെ മലബാറിലെ ആകെ ശ്രീകോവിൽ പരിസരമുള്ള നാഗക്ഷേത്രമാണ്. ബാക്കിയെല്ലാം തന്നെ ഒരു സൈഡിലായിരുന്നു. തടിയിലായാലും ഈ ക്ഷേത്രത്തിലായാലും കൃഷ്ണാചാര്യ പറയല്ല, അവരേതെല്ലാം തന്നെ ഉപദേവതകളെ നമ്മളുടെ മെയിൻ ദേവത ശ്രീകോവിൽ, പിന്നെ നാഗരാജാവ്, നാഗേച്ചി, നാഗവന്യ, ഈ 3 പ്രതിഷ്ഠയുള്ള മലബാറിലെ ക്ഷേത്രം. 5 ജില്ലക്കൊരു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പാപ്പമേക്കാട്ട് വഴി കഴിഞ്ഞാൽ ഹരിപ്പാട്ടിലെ ക്ഷേത്രമാണ്. അത്രയും ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ. മലബാറിലെ എല്ലാവിധ കാര്യങ്ങൾക്കും കുട്ടികളില്ലാത്തവരും കുട്ടികളുണ്ടാകാൻ പറ്റുന്ന പ്രാർത്ഥനയിൽ കുട്ടികളുണ്ടായിട്ടുണ്ട്. പിന്നെ ടൂറിന് വയ്ക്കാറുണ്ട്. പിന്നെ പല ആൾക്കാരും പല ഞങ്ങളൊരാളോട് നിർബന്ധമായി പറയാറുണ്ട് ഇന്നെ ചെയ്യണം എന്ന് ചെയ്യുന്ന. അവർ എന്താണ് പ്രാർത്ഥിച്ച് പോകണം അത് ചെയ്യും. പിന്നെ ഇവിടെ നിത്യഭക്ഷണമുള്ള ക്ഷേത്രമാണ്. 3 വർഷമായിട്ട് ദിവസം രാവിലെ എല്ലാ ഭക്തന്മാർക്കും പ്രഭാത ഭക്ഷണവും എത്ര ആൾ വന്നു. ശരാശരി 500 അടുത്തോളം ഉണ്ടാകും. ഞായറാഴ്ച 700, 800, 1000 വരെ. സർപ്പവിൻ്റെ സമയത്തൊക്കെ 2000-ൻ്റെ മേലേക്ക് ഭക്ഷണങ്ങൾ കൊടുക്കില്ല. അപ്പോൾ അങ്ങനെ കേരളത്തിലെ തപ്പമംഗലം കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണം കൊടുക്കുന്ന ക്ഷേത്രം 4 നേരം കൊടുക്കും. 2 നേരം കൊടുക്കും, 10 കൊടുക്കും. നമ്മൾ ഒരു നേരം രാവിലത്തെ കൊടുക്കും. അത് ഇവിടെ കൊടുക്കുന്നത് ഞങ്ങൾ ക്ഷേത്രം കൊടുക്കണം എന്ന് തീരുമാനിച്ച, പക്ഷേ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ പിന്നെ ഭക്തന്മാരാണ് കംപ്ലീറ്റ്. പിന്നെ ഇവിടെ സ്പോൺസർ ചെയ്ത് എല്ലാ മാസവും ഫുൾ സ്പോൺസറാണ്. ഞങ്ങൾ ക്ഷേത്രം ഒരു ചെയ്യേണ്ട ആവശ്യമില്ല. ആ രീതിയിലാണ് ഇവിടുത്തെ ചൈതന്യവും ശക്തിയും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു സ്ഥലം വാങ്ങി ഹാളും ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഭക്തന്മാർക്ക് രാവിലെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രസാദം, പിന്നെ എന്താ പറയുക, പാൽപ്പായസം പ്രസാദമായി കൊടുക്കുന്ന ക്ഷേത്രവും രാവിലെ എല്ലാവർക്കും ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിനകത്ത് ഒരു ക്ഷേത്രത്തിൽ കൊടുക്കാത്തൊരു പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഭക്തന്മാർക്ക് വളരെയേറെ നല്ലൊരു സമീപനമാണ് ക്ഷേത്രത്തോടുള്ളത്. അതിൻ്റേതായ വാർത്തയാണ് ഈ കാണുന്ന ആൾക്കാരെല്ലാം. അതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുക്കി പറയാറുള്ളത്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് വളരെയേറെ ഭംഗിയുള്ള സെക്രട്ടറിയാണ്. ഇത് നമ്മുടെ ട്രഷറർ ചെയർമാനാണ്. ഇന്ത്യ കമ്മിറ്റി അങ്ങനത്തെ ആൾക്കാരാണ് മുഴുവനുള്ളത്. അപ്പോൾ ആ രൂപത്തിലാണ് ഞങ്ങൾ ഈ ക്ഷേത്രമായി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമാണ് ഇതെല്ലാം കഴിയുന്നത്. പിന്നെ സർപ്പവലി എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000, 2,500, 3,000 വരെ വൈകുന്നേരം സർപ്പവലിയുണ്ട്. രാവിലെ ഇവിടെ 1500 മേലെ നാഗപൂജ ഉണ്ടാകും. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ ഉണ്ടാകാൻ എന്ന് വെച്ചാൽ മലബാറിൽ ഇപ്പോൾ എല്ലാ ക്ഷേത്രത്തിലും സർപ്പവലി നടക്കും. ഈ കുംഭമാസം ഞങ്ങൾ കന്നിയിലും കുംഭത്തിലും പ്രധാനമാണ്. പിന്നെ എല്ലാ മാസത്തിലും 1000-ത്തിനും ഇപ്പോൾ തന്നെ വളരെ തിരക്കായി. എല്ലാ ദിവസവും തന്നെ മലബാറിൻ്റെ എല്ലാ ഭാഗത്തും മുസ്ലിങ്ങൾ വരുന്ന ക്ഷേത്രമാണ്. മുസ്ലിങ്ങൾ തൊഴാൻ വരുന്ന ക്രിസ്ത്യൻസും മുസ്ലിം തൊഴാൻ വരുന്ന ക്ഷേത്രം. ശ്രീകോവിൽ ഒഴിച്ച് അവർക്ക് എല്ലാ ഭാഗത്തുള്ള പ്രവേശനം തൊഴാനും പിടിക്കാനും ചെയ്യാനും പന്ത് വയ്ക്കാം. പ്രധാനപ്പെട്ടതാണ് ഗുളികന് പന്ത് വയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പന്ത് വയ്യാറുണ്ട്. അതിന് മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാ വിഭാഗം ആൾക്കാരും ഇവിടെ വരും. അപ്പോൾ അതിന് അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉണ്ടാകുക എന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇത്. അങ്ങനെയാണ് നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുള്ളതാണ്. പിന്നെ ഞങ്ങളെ സെക്രട്ടറി നിൽക്കാൻ ഞങ്ങൾ കമ്മിറ്റിയൊക്കെ ഐക്യമായിട്ട് പോകുന്നതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ വളർച്ച. എല്ലാ സ്ഥലത്തും പല രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം 13 മെമ്പർമാരാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായി. അപ്പോൾ ആ രൂപത്തിൽ കൊണ്ടുപോകുന്നതുകൊണ്ടാണ് ഒരു ഐക്യത്തോടെ അച്ചടക്കത്തോടെ കൂടി ക്ഷേത്രം പോകണമെന്നാണ് ഇത്രയും വാർത്തകൾ ഉണ്ടാകുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെല്ലാം തന്നെ ദൈവാനുഗ്രഹം.